VN വാസവന്റെ ഏറ്റുമാനൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. എത്ര മാർക്ക് കൊടുക്കും ഏറ്റുമാനൂരുകാർ VN വാസവന്? ഏറ്റുമാനൂരിന്റെ സ്വന്തം VN വാസവൻ എന്താ പോക്ക്? VN വാസവൻ 80. അതായത് ഈ ആഗോള അയ്യപ്പ സംഗമ വിവാദങ്ങൾക്കൊക്കെ ശേഷമാണല്ലോ. എല്ലാ വിവാദങ്ങൾക്കും ശേഷം 17ാം റാങ്ക് മാർക്ക് തന്നെയുണ്ട്. ഏറ്റവും കൂടുതൽ വിവാദത്തിൽ ഉൾപ്പെടുന്ന ആൾ എന്ന നിലയ്ക്ക് സംഘടിതമായ വോട്ടും വീഴും. സംഘടിതമായി വീഴും. അതെ അതെ. പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരോപണം വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണല്ലോ. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം മന്ത്രി സഹകരണ വകുപ്പ് അല്ല, നിയമസഭയിൽ പറഞ്ഞത് രണ്ടു തരം മറുപടികൾ പറഞ്ഞു എന്നുള്ള കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോഴാണ് VN വാസവൻ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ട് വരുന്നത്. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ മുഴുവൻ തകർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത നേതാവാണ്. മാത്രമല്ല VN വാസവന്റെ ഒരു പ്രത്യേകത, സഭയാണെങ്കിലും ശരി മറ്റ് സമുദായ നേതാക്കളാണെങ്കിലും ശരി, ഈ CPM-ലെ ഏറ്റവും നല്ല നയതന്ത്ര വിദഗ്ധനാണ് VN വാസവൻ. നല്ല ടേംസ് ഉള്ള ആളാണ്. മികച്ച ഒരു ക്രൈസിസ് മാനേജറായിട്ട് പലതവണ പാർട്ടി അദ്ദേഹത്തെ രംഗത്ത് NSS ജനറൽ സെക്രട്ടറി പത്രസമ്മേളനം കോള് വരുന്നത് അതെ വാർത്താ സമ്മേളനത്തിനിടയ്ക്ക്. മാത്രമല്ല സഭയിൽ പോണോ, പെരുന്നേ പോണോ, വെള്ളാപ്പള്ളി എഴുതു പോണോ, ഇനി ആരെടുത്ത് പോണമെങ്കിലും VN വാസവൻ അയച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. തദ്ദേശം നോക്കാം നമുക്ക്. തദ്ദേശത്തിൽ എങ്ങനെയാണ്? തദ്ദേശത്തിൽ ഏറ്റുമാനൂരിൽ UDF 4, LDF 2 കൂടി നോക്കിയാൽ അതെ ഭൂരിപക്ഷം 37 ഏറ്റുമാനൂരൊന്നും ആ അർത്ഥത്തിൽ VN വാസവൻ നിൽക്കുന്നിടത്തോളം കാലം തിരിച്ചു. പക്ഷെ ഞാൻ അരുൺ സാറേ, ഞാൻ കയറി ശ്രദ്ധിക്കുകയായിരുന്നു, പല മണ്ഡലങ്ങളിലും അല്ല ഈ പഞ്ചായത്തുകളുടെ എണ്ണം നോക്കുന്ന സമയത്ത് പഞ്ചായത്ത് UDF മുമ്പിലായിരിക്കും. പക്ഷേ അതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിന്റെ റിസൾട്ട് 7 എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അന്ന് മുതൽ തന്നെ വാദിക്കുന്നത് ആണെങ്കിലും റാങ്ക് പങ്കിടുന്നു റോജി എം ജോണിനൊപ്പം. ചെറുപ്പക്കാരനായ റോജി എം ജോണിനോടൊപ്പം രണ്ട് മുന്നണികളിൽ നിന്നും ജനങ്ങളെത്ര ക്ലാരിറ്റിയോടുകൂടിയ കൈകാര്യം ചെയ്ത് നോക്കിയല്ലേ നമ്മുടെ സർവേയിൽ. റോജി എം ജോണിനും VN വാസവനും ഒരേ റാങ്ക് അല്ലേ? അത് റോജി എം ജോണിനും അഭിമാനിക്കാവുന്ന റാങ്കാണ്, VN വാസവനും അഭിമാനിക്കാവുന്ന. അതെ, ചെറുപ്പക്കാരനായ റോജി എം ജോണിന്റെ അത്രയും ഊർജ്ജസ്വലതയോടുകൂടി VN വാസവൻ മണ്ഡലത്തിൽ സജീവമായിരുന്നു എന്നുള്ളതാണ്.